ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ ഒരു ചുരിദാറിൻ്റെ നെക്ക് ചെയ്തെടുക്കാം. ഇതൊരു ലൈനിങ് ചുരിദാറാണ്. ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ നെക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് വേണമെങ്കിൽ 3.25 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 4.5-ലാണ് ഈ വർക്ക് നിൽക്കുന്നത്. അപ്പോൾ 4.25-ലാണ് ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 4 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് തയ്ച്ചു കഴിയുമ്പോൾ എനിക്ക് 4.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കിട്ടും. അപ്പോൾ എപ്പോഴും നമുക്ക് എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് അതിൽ നിന്നും 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്, ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ. ഇതൊരു യു ഡിസൈൻ ആയതുകൊണ്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ആ ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഈ ഡിസൈൻ അപ്പുറത്തെ സൈഡിലേക്കും പതിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാർക്കിങ് ഞാൻ ഇങ്ങനെ ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഈ മാർക്കിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഒരുമിച്ച് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്തതിന് ശേഷം തയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിരിക്കും. ഈ ലൈനിൻ്റെ ഇപ്പുറത്താണ് നമ്മളിപ്പോൾ തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കൊടുത്ത ആ മാർക്കിങ്ങിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത്രയും നീളത്തിലുള്ള ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ട്. അതൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യണം കേട്ടോ. 2 ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്രോസ് പീസിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്ത് വയ്ക്കുക. 1/4 ഇഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ആ 1/4 ഇഞ്ച് എടുത്തിട്ട് തയ്ക്കുക. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തയ്യൽ തുമ്പിനെ ഇങ്ങനെ റൈറ്റിലോട്ട് വെച്ച് കൊടുക്കുക. ഈ തുണിയെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ തയ്ച്ചെടുത്തു. ബാക്കിൽ നിന്ന് ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണി വളരെ സൂക്ഷിച്ച് ഇതിലൊന്നും പെടാതെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ തുണിയെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ബീഡ്സ് ഉള്ളതുകൊണ്ട് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഹാൻഡ് ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മളിതാ ഹാൻഡ് ഹെമ്മിങ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഉൾവശമാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നല്ല വശം. ബാക്ക് നെക്കും നമ്മളിതാ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് ഹെമ്മിങ് ചെയ്തിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് ഇതിനിങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ബാക്കിൻ്റെ ലൈനിങ്ങിനെ
ഇങ്ങോട്ട് മടക്കി പിടിക്കുക, ഒപ്പം പിടിക്കുക. 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ്. നമുക്കൊന്ന് തയ്ച്ചു നോക്കാം. ഷോൾഡറിൽ നമ്മളെപ്പോഴും 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതാ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോഴാണ് അത് മറയ്ക്കുമ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ടിരിക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഷോൾഡർ ഇതാ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് ഹാൻഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു, ഹാൻഡ് ഹെമ്മിങ് അല്ല ചെയ്തത്. ഇതാണ് ഉൾവശം, ഇതാണ് നല്ല വശം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.